പ്രതീക്ഷിക്കാതെ ഒരു നോമ്പ് തുറയായിരുന്നു കേട്ടോ ഇന്നലെ. ഇത്തായും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അടുക്കളയിൽ തകൃതിയാ പണി നടക്കുന്നുണ്ട്. ഇത്ത സവാള കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ആയിഷ വന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തോട്ടോ. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, എന്നിട്ട് ചെയ്ത് തന്നു. ഞാൻ എന്തേ സമൂസയ്ക്കുള്ള പരിപാടി ചെയ്യുകയാണ്. ചിക്കൻ ക്രഷ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മോമോസിന് മാറ്റി, ഇത് മോമോസിനുള്ളതാണ് കേട്ടോ. ഇത് മോമോസിന് മാറ്റി ഇത്ത ജ്യൂസിൻ്റെ പണി നോക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ഇവിടെ നിൽക്കുന്നതേ നല്ല രസമല്ലേ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ചും വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരുന്നതൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ സമൂസ ഫില്ല് ചെയ്യാനും ആയിഷ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഞാൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാതെ വെപ്രാളത്തിൽ കേക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്നും കരിഞ്ഞില്ല, സൈഡൊന്നും മുരിഞ്ഞു പോയി കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിരുന്നു. നമ്മളിങ്ങനെ എല്ലാവരും നിൽക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ ദുഃഖമുണ്ട് കേട്ടോ. വാപ്പായെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഇത്രയും വലിയ സന്തോഷം വരുമ്പോൾ അതിനോട് വലിയൊരു ദുഃഖമായിട്ട് അത് നിൽക്കും എന്തോ. പിന്നെ ഉമ്മാടെ വകയായിരുന്നു ചിക്കൻ കറി. ഇത്തതേ റവ ബർഫി ഉണ്ടാക്കുന്നത് ഇത്തയുടെ സ്പെഷ്യലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇഷ്ടപ്പെട്ടു. ഇക്കാക്കും മോക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ സ്ഥിരം ഉണ്ടാക്കും ഇത്ത, പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കൊള്ളാം എന്തായാലും. പിന്നെ ഇതേ ആത്തിഫും വന്ന് ഹെൽപ്പ് ചെയ്തു. അവൻ തണ്ണിമത്തൻ റെഡിയാക്കി തന്നു. ഉമ്മയുടെ വക അടിപൊളി ചിക്കൻ കറി റെഡിയായി. കുറച്ച് വീറ്റ് മോമോസും കൂടെ ഉണ്ടാക്കി കേട്ടോ. അതും അടിപൊളിയായിരുന്നു. അൽഹംദുലില്ലാ നോമ്പ് തുറ നല്ല രീതിക്ക് നടന്നു. എൻ്റെ മോള് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇങ്ങനെ എന്താണെന്ന് മേശപ്പുറത്ത് നിറച്ച് സാധനങ്ങൾ ഉണ്ടെന്നുള്ളത്. സാധാരണ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെന്താണ്, രാത്രിയായപ്പോൾ ഡിന്നറിന് പൂരിയും ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ അവർ വീട്ടിൽ പോയി. മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇത്രയും നേരം കളിയായിരുന്നല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.